ശ്രീകൃഷ്ണൻ തൻ്റെ ഭാര്യയായ രുക്മിണിക്കൊപ്പം ഒരു ഇഷ്ടികയുടെ പുറത്ത് കയറി നടുവിന് കൈയൊക്കെ വെച്ച് നിൽക്കുന്ന ഒരു വിഗ്രഹമുണ്ട് ഒരു ക്ഷേത്രത്തിൽ. മഹാരാഷ്ട്രയിലെ പണ്ഡർപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രമുള്ളത്. വിഠൽ രുക്മിണി ക്ഷേത്രമെന്നും പാണ്ഡുരംഗ ക്ഷേത്രമെന്നും ഒക്കെ അറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിലെ കൃഷ്ണൻ എന്തിനാണ് ഈ ഇഷ്ടികയുടെ പുറത്ത് കയറി നിൽക്കുന്നത് എന്ന കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. വിഠോബ എന്ന വാക്കിനർത്ഥം ഇഷ്ടികയുടെ മറ്റൊരു പേരാണ് വിത്തൽ. വിട്ടലിൽ നിൽക്കുന്നവൻ എന്നാണ്. ഈ വിഗ്രഹം കണ്ടാൽ കൃഷ്ണൻ എന്തോ ക്ഷമയോടെ കാത്തിരിക്കുന്നത് പോലെ തോന്നും. ഈ കൃഷ്ണൻ കാത്തു നിൽക്കുന്നത് പുണ്ഡരീകനെയാണ്. പണ്ട് മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമത്തിൽ ജനിദേവൻ എന്ന പേരായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് സത്യവതി എന്നായിരുന്നു. ദണ്ഡർ വനം എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു അവർ താമസിച്ചിരുന്നത്. അത് കാടിനോടടുത്തൊരു സ്ഥലമായിരുന്നു. ഇവർ വളരെ വലിയ ദരിദ്രനുമായിരുന്നു. ഭിക്ഷയയച്ചാണ് അവർ ജീവിച്ചിരുന്നത്. ഇവർക്ക് ഒരു മകനുണ്ടായി. അവൻ്റെ പേരാണ് പുണ്ഡലീകൻ. നല്ല സുന്ദരനായ ഒരു മകനായിരുന്നു പുണ്ഡലീകൻ. എന്നാൽ കുട്ടിക്കാലത്തൊക്കെ വളരെ നല്ല സ്വഭാവമായിരുന്നെങ്കിലും വളരും തോറും ഈ പുണ്ഡലീകൻ്റെ സ്വഭാവം മോശമായി വന്നു. മാത്രമല്ല, അവനൊരു വിവാഹം കഴിച്ചതോടെ അവൻ മാതാപിതാക്കളെ ഒട്ടും നോക്കാതായി. അവനെയും അവൻ്റെ സുന്ദരിയായ ഭാര്യയെയും ശുശ്രൂഷിക്കുന്നതും വീട് വൃത്തിയാക്കുന്നതും പാചകം ചെയ്യുന്നതും ഒക്കെയായി അവൻ്റെ മാതാപിതാക്കളുടെ ജോലി. എന്നാൽ പുണ്ഡരീകൻ ജോലിക്കൊന്നും പോകാതെയുമായി. ജോലിക്ക് പോകാതായതുകൊണ്ട് തന്നെ അവർക്ക് വീട്ടിൽ വലിയ ബുദ്ധിമുട്ട് നേരിട്ടു. പ്രായമായ മാതാപിതാക്കളോട് പുറത്തു പോയി ജോലി ചെയ്ത് അഷ്ടിക്ക് വകയുണ്ടാക്കാൻ പുണ്ഡരീകൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അവരുടെ ചെലവിലായി പുണ്ഡരീകൻ്റെ താമസം. ഒറ്റ മകനായതിനാൽ ഈ മാതാപിതാക്കൾക്ക് അവനെ വേദനിപ്പിക്കാൻ ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൻ പറയുന്നതെല്ലാം അവർ കേട്ടു. പുണ്ഡരീകൻ മാതാപിതാക്കളോട് വളരെ ക്രൂരമായിട്ടാണ് പെരുമാറിയിരുന്നത്. അവൻ ഒരിക്കലും തൻ്റെ മാതാപിതാക്കളോട് സ്നേഹത്തോടെ ഒരു വാക്കുപോലും ഉച്ചരിച്ചില്ല. അവരെ കൊണ്ട് എല്ലും മുറിയെ പണിയെടുപ്പിച്ചു. അവരുടെ ചെലവിൽ ജീവിച്ചു. എന്നാൽ അവർക്ക് നന്നായിട്ട് ഭക്ഷണം കൊടുക്കാനോ നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കാനോ സ്നേഹത്തോടെ ഒരു വാക്ക് പറയാനോ മെനക്കെട്ടതുമില്ല. അങ്ങനെ അവൻ്റെ മാതാപിതാക്കൾ ആകെ വിഷമിച്ചു. അപ്പോഴേ അവർ വിചാരിച്ചു കാശിക്ക് പോകാമെന്ന്. കാശിയിൽ പോയി പ്രാർത്ഥിച്ചാൽ, ഗംഗാനദിയിൽ കുളിച്ചാൽ തങ്ങൾക്ക് കുറച്ച് സമാധാനം കിട്ടും എന്ന് അവർ കരുതി. അങ്ങനെ ഇവർ കാശിക്ക് പോകാനൊരുങ്ങി. ഇവർ കാശിക്ക് പോകുന്നു എന്ന് പുണ്ഡലീകൻ്റെ ഭാര്യ അറിഞ്ഞു. ഭാര്യ ചെന്ന് പുണ്ഡലീകനോട് പറഞ്ഞു, നിങ്ങളുടെ മാതാപിതാക്കൾ ഇതാ കാശിക്ക് പോന്നു, എനിക്കും കൂടെ കാശിയിൽ പോയാൽ കൊള്ളാവുന്നുണ്ട്. ഭാര്യയുടെ ഒരാവശ്യവും നിരസിക്കാത്ത പുണ്ഡലീകൻ ഇതും സമ്മതിച്ചു. അങ്ങനെ തൻ്റെ ഭാര്യയോടൊപ്പം കാശിക്ക് പോകാം എന്ന് പുണ്ഡലീകനും തീരുമാനിച്ചു. അങ്ങനെ മാതാപിതാക്കൾക്കൊപ്പം പുണ്ഡലീകനും ഭാര്യയും കൂടെ കാശിക്ക് പോകാനിറങ്ങി. പുണ്ഡലീകനും ഭാര്യയും ഒരു കുതിരപ്പുറത്താണ് യാത്ര ചെയ്തത്. എന്നാൽ പ്രായമായ മാതാപിതാക്കൾ പുണ്ഡലീകൻ്റെയും ഭാര്യയുടെയും സാധനങ്ങൾ പുറത്തെടുത്ത് ആ കുതിരയ്ക്കൊപ്പം നടന്നു ചെല്ലേണ്ടി വന്നു. യാത്രയിലുടനീളം ഒരു തരത്തിലുള്ള സുഖസൗകര്യങ്ങൾ അനുവദിക്കാൻ പുണ്ഡലീകൻ തൻ്റെ മാതാപിതാക്കളെ അനുവദിച്ചില്ല. അവനും ഭാര്യയും നല്ല ഭക്ഷണം കഴിക്കുകയും നല്ല സ്ഥലത്ത് വിശ്രമിക്കുകയും ചെയ്തപ്പോൾ അവൻ്റെ മാതാപിതാക്കൾ തണുപ്പും മഴയും വെയിലും ഒക്കെ സഹിച്ച് കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് വളരെ കുറച്ച് ഭക്ഷണം കഴിച്ച് അവർക്കൊപ്പം യാത്ര ചെയ്തു. അങ്ങനെ യാത്രാമധ്യേ അവർ കുക്കുടൻ എന്ന് പറയുന്ന ഒരു മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. അങ്ങനെ ആശ്രമത്തിൽ എത്തിച്ചേർന്ന് അന്ന് അവിടെ വിശ്രമിക്കാൻ അവർ തീരുമാനിച്ചു. അന്ന് രാത്രിയിൽ ഈ പുണ്ഡരീകൻ ഈ മഹർഷിയുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചു. പുണ്ഡരീകൻ തൻ്റെ മാതാപിതാക്കളോട് എത്ര മോശമായിട്ടാണ് പെരുമാറുന്നത് എന്ന് ഈ സന്യാസി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുണ്ഡരീകൻ അദ്ദേഹത്തിനോട് ചെന്ന് ചോദിച്ചു, അങ്ങ് ഗംഗയിൽ പോയിട്ടുണ്ടോ? ഗംഗയിൽ പോയി കുളിച്ചിട്ടുണ്ടോ? അങ്ങയുടെ പാപം അവിടെ ശമിപ്പിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ മഹർഷി പറഞ്ഞില്ല, ഞാൻ ഇന്നേ വരെ ഗംഗയിൽ പോയിട്ടില്ല. ഞാൻ ഈ വഴി ബുദ്ധിമുട്ടി നടന്നു വരുന്ന ആൾക്കാരെ സഹായിച്ചു. അവർക്ക് വേണ്ട ഭക്ഷണവും അവർക്ക് താമസിക്കാനുള്ള സൗകര്യവും ഒക്കെ ഒരുക്കി ഇവിടെ താമസിക്കുകയാണ്. എനിക്കിതുവരെ കാശിയിൽ പോകാനോ ഗംഗയിൽ കുളിക്കാനോ അതിനുള്ള സമയം കിട്ടിയിട്ടില്ല. അങ്ങനെ കുറേ നേരം സംസാരിച്ചിരുന്നതിന് ശേഷം പുണ്ഡരീകൻ ഉറങ്ങാൻ പോയി. അവർക്ക് കിട്ടിയ നല്ല മുറിയിൽ പുണ്ഡരീകനും ഭാര്യയും ഉറങ്ങുകയും അതിൻ്റെ വരാന്തയിൽ അവൻ്റെ മാതാപിതാക്കൾ തണുത്തു വിറച്ച് കിടക്കുകയും ചെയ്തു. നല്ല ക്ഷീണം കാരണം മാതാപിതാക്കൾ കിടന്നപ്പോഴേ ഉറങ്ങിപ്പോയി. എന്നാൽ പുണ്ഡരീകൻ്റെ ഭാര്യയ്ക്ക് അപ്പോൾ നിലാവ് കാണണമെന്ന ആഗ്രഹം തോന്നി. അപ്പോൾ അവൾ ഭർത്താവിനോടൊപ്പം ഈ ആശ്രമത്തിൻ്റെ പുറത്തിറങ്ങി നിലാവ് കണ്ടു. നിലാവ് കണ്ടുകൊണ്ട് ആ മുറ്റത്തൊക്കെ കുറച്ച് നേരം ചുറ്റി നടന്നു കഴിഞ്ഞപ്പോൾ പുണ്ഡരീകൻ്റെ ഭാര്യയ്ക്ക് ഉറക്കം വന്നു. അപ്പോൾ ആ മുറ്റത്ത് തന്നെ പുണ്ഡരീകൻ്റെ മടിയിൽ തലവെച്ച് ഈ സ്ത്രീ കിടന്നുറങ്ങി. അവരുറങ്ങിക്കഴിഞ്ഞപ്പോൾ പുണ്ഡരീകൻ അവളെ എടുത്തുകൊണ്ട് മുറിയിലേക്ക് വന്നു. അവളെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് ഉറങ്ങാം എന്ന് കരുതിയാണ് പുണ്ഡരീകൻ വന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വളരെ അഴുക്ക് നിറഞ്ഞ വസ്ത്രം ധരിച്ച 3 സുന്ദരികളായ സ്ത്രീകൾ ഈ ആശ്രമത്തിനുള്ളിലേക്ക് വരുന്നത് പുണ്ഡരീകൻ കണ്ടു. അവരാരാണ് എന്ന് പുണ്ഡരീകനും മനസ്സിലായില്ല. അയാൾ വന്ന സമയത്ത് ഈ ആശ്രമത്തിൽ മറ്റ് സ്ത്രീകളോ പുരുഷന്മാരോ ആരും ഉണ്ടായിരുന്നില്ല. യാത്രക്കാരായിട്ട് ഇവർ മാത്രമാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആരാണ് ഈ സ്ത്രീകൾ എന്നറിയാൻ വേണ്ടിയിട്ട് പുണ്ഡരീകൻ ശ്രദ്ധിച്ചു നോക്കി. അപ്പോൾ ആ സ്ത്രീകൾ വന്ന് ഈ ആശ്രമമൊക്കെ വൃത്തിയാക്കുന്നത് കണ്ടു. അവരുടെ ദേഹം ആകപ്പാടെ അഴുക്ക് പിടിച്ചിരുന്നു.
അവരുടെ വസ്ത്രങ്ങളാകെ കീറിപ്പറിഞ്ഞ് ഒരുപാട് മുഷിഞ്ഞിരുന്നിരുന്നു. അവർ ആ ആശ്രമത്തിൻ്റെ മുറ്റം തൂക്കുകയും തറ തുടയ്ക്കുകയും പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കുകയൊക്കെ ചെയ്തു. കിണറ്റിൽ നിന്ന് വെള്ളം കോരിയാണ് ഇവരിതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുക്കുടൻ എന്ന് പറയുന്ന മഹർഷിയുടെ മുറിയിൽ അവർ ചെല്ലുകയും അദ്ദേഹത്തെ ശുശ്രൂഷിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കാല് തിരുമ്മി കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ കിടക്കക്കരികിലുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് കഴുകി വെക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഇവർ 3 പേരും കിണറ്റുകരയിലേക്ക് പോയിട്ട് കുളിച്ചതോടെ അത്ഭുതമെന്ന് പറയട്ടെ, അവരുടെ വസ്ത്രങ്ങൾ വളരെ തിളങ്ങുന്നതും ഭംഗിയുള്ളതുമായി തീർന്നു. അവരുടെ ദേഹം വളരെ മനോഹരമായിരുന്നു. അതിസുന്ദരികളായ ആ സ്ത്രീകൾ പോകാനൊരുങ്ങി. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് പുണ്ടരീകൻ കേട്ടു. ഈ സംസാരത്തിൽ നിന്ന് ഈ വന്ന 3 സ്ത്രീകളും നദികളാണ് എന്ന് പുണ്ടരീകന് മനസ്സിലായി. ഒന്ന് ഗംഗയും, ഒന്ന് യമുനയും, ഒന്ന് സരസ്വതിയുമായിരുന്നു. 3 നദികളും തമ്മിൽ പറഞ്ഞത്, ഇന്ന് ഇവിടെ ഒരാൾ വന്ന് കിടപ്പുണ്ട്, പുണ്ടരീകൻ. നാളെയോ മറ്റന്നാളോ ഇവൻ നടന്ന് എൻ്റെ കരയിലെത്തും എന്നാണ് ഗംഗ പറയുന്നത്. എങ്ങനെയുണ്ട് ഇവൻ വന്നാൽ നിനക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ? അപ്പോൾ ഗംഗ പറഞ്ഞു, എനിക്ക് എന്ത് ഗുണമുണ്ടാകാനാണ്? എൻ്റെ ദേഹത്തെ അഴുക്ക് കൂടുതൽ കൂടും. അവൻ വന്ന് കുളിക്കുന്നതോടെ എൻ്റെ വസ്ത്രങ്ങൾ എത്രയും മലിനമാകാമോ അത്രയും മലിനമാകും. കാരണം അത്ര ദുരാചാരം ചെയ്യുന്ന ഒരാളാണ് ഈ പുണ്ടരീകൻ. അവനവൻ്റെ മാതാപിതാക്കളോട് എത്ര ക്രൂരമായിട്ടാണ് ഇടപെടുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ദിവസവും വന്ന് കുളിച്ചിട്ടാണ് നമ്മുടെ വസ്ത്രങ്ങൾ ഇത്ര മലിനമായി തീരുന്നത്. ഇതുകൊണ്ടാണ് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റാത്തത്. എല്ലാ ദിവസവും ഈ ആശ്രമത്തിൽ വന്ന് ഇദ്ദേഹത്തിൻ്റെ പാദസേവ ചെയ്ത് ഇവിടം വൃത്തിയാക്കാതെ നമുക്കൊരിക്കലും ശുദ്ധീകരിക്കാൻ പറ്റാറില്ലല്ലോ. ഈടെയായിട്ട് അഴുക്ക് കൂടി വരികയാണ്. അപ്പോൾ സരസ്വതി നദി പറഞ്ഞു, ശരിയാണ്, പുണ്യവാനായി മഹർഷി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? നമ്മുടെ ദേഹം എത്ര അഴുക്കായി തീർന്നേനെ. അപ്പോൾ യമുനാ നദി പറഞ്ഞു, അതെ, ഈ മഹർഷി അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ എത്ര നന്നായിട്ടാണ് നോക്കുന്നത്. അദ്ദേഹം ഇവിടെ വരുന്ന അതിഥികളോട് എത്ര നന്നായിട്ടാണ് പെരുമാറുന്നത്. അപ്പോൾ ഗംഗാനദി പറഞ്ഞു, തൻ്റെ മാതാപിതാക്കളെ നന്നായിട്ട് നോക്കുകയും അതിഥികളെ പരിചരിക്കുകയും ചെയ്തതുകൊണ്ടാണ് തപസ് ചെയ്യാഞ്ഞിട്ടും ഈ കുക്കുടൻ എന്ന മഹർഷി ഇത്രയധികം പുണ്യവാനായി തീർന്നത്. നമ്മളെപ്പോലും വിമലീകരിക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നത്. ഇത്തരത്തിൽ ഈ നദികൾ തമ്മിൽ സംസാരിച്ചു കൊണ്ടേയിരുന്നു. അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം പുണ്ടരീകൻ കേട്ടുകൊണ്ടേയിരുന്നു. നദികൾ പറഞ്ഞു, ആൾക്കാർ ദേവന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്? അവർ ഹോമങ്ങൾ നടത്തുന്നു, നാമം ജപിക്കുന്നു, ദാനം ചെയ്യുന്നു, യാഗം നടത്തുന്നു, വ്രതമെടുക്കുന്നു. പക്ഷെ എന്ത് പ്രയോജനം? അവനവൻ ചെയ്യുന്ന കർമ്മമാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. അങ്ങനെ ഈ നദികൾ സംസാരിച്ചു കൊണ്ടിരുന്നത് കേട്ട പുണ്ടരീകന് പെട്ടെന്ന് വല്ലാത്ത വിഷമം തോന്നി. തളർന്ന് തണുപ്പത്ത് കിടന്നുറങ്ങുകയായിരുന്നു തൻ്റെ മാതാപിതാക്കളെ അവൻ നോക്കി. തന്നെ വളർത്താൻ വേണ്ടി അവരെത്രമാത്രം കഷ്ടപ്പെട്ടിരുന്നു, തന്നെ അവരെത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് പുണ്ടരീകൻ ഓർത്തു. എന്നിട്ടും താനും തൻ്റെ ഭാര്യയും അവരെത്ര ക്രൂരമായിട്ടാണ് ഇത്ര കാലം ഇടപെട്ടിരുന്നത്. അവർക്ക് നേരാവണ്ണം ഭക്ഷണം കൊടുക്കാനോ അവർക്ക് ആവശ്യത്തിനുള്ള വസ്ത്രം വാങ്ങിക്കൊടുക്കാനോ അവർക്ക് രോഗമുള്ളപ്പോൾ ശുശ്രൂഷിക്കാനോ ഒന്നും തങ്ങൾ ശ്രമിച്ചിട്ടില്ല. ഇങ്ങനെ പാപം ചെയ്തിട്ട് ഗംഗയിൽ പോയി മുങ്ങിയിട്ട് എന്ത് പ്രയോജനം എന്ന് പുണ്ടരീകൻ ചിന്തിച്ചു. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ അവൻ തൻ്റെ മാതാപിതാക്കളെ പോയി കാണുകയും അവരുടെ കാൽക്കൽ വീണ് മാപ്പിരക്കുകയും ചെയ്തു. എന്നിട്ട് കുക്കുടൻ എന്ന മഹർഷിയുടെ അടുത്ത് എന്നിട്ട് തങ്ങൾ ഗംഗയിലേക്ക് പോകുന്നില്ലെന്നും വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണെന്നും അറിയിച്ചു. തനിക്ക് തൻ്റെ തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യണം, മാതാപിതാക്കളെ ശുശ്രൂഷിക്കണം, അതിനു വേണ്ടിയിട്ടാണ് തിരിച്ചു പോകുന്നത്. ഭാര്യയോടൊപ്പം തൻ്റെ മാതാപിതാക്കളെയും കൂട്ടി പുണ്ടരീകൻ തിരിച്ചുപോയി. ഇത്തവണ തൻ്റെ മാതാപിതാക്കളെയാണ് അയാളെ കുതിരപ്പുറത്തിരുത്തിയത്. ഭാര്യയും അയാളും കൂടെ നടന്നു. അങ്ങനെ നടന്ന് വീട്ടിലെത്തി. അന്നു മുതൽ അയാൾ ജോലിക്ക് പോകാൻ തുടങ്ങി. വളരെ കഠിനമായിട്ട് അധ്വാനിക്കുകയും ആവശ്യത്തിനുള്ള പണം വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. തൻ്റെ മാതാപിതാക്കളെ അദ്ദേഹം വളരെ നന്നായിട്ട് നോക്കി. അങ്ങനെ പുണ്ടരീകൻ്റെ മാതാപിതാക്കളോടുള്ള ഭക്തി പ്രശസ്തമായി തീർന്നു. അവർക്ക് കൊടുക്കാതെ ഒരിക്കലും പുണ്ടരീകൻ ഭക്ഷണം കഴിച്ചിരുന്നില്ല. അവരോടെതിരിട്ട് ഒരു വാക്ക് പോലും പുണ്ടരീകൻ പറയുമായിരുന്നില്ല. അവരുടെ ഇഷ്ടത്തിന് മാത്രം പുണ്ടരീകൻ ജീവിച്ചു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞു. ഈ സമയത്ത് ദ്വാരകയിൽ ഒരിക്കൽ കൃഷ്ണ ഭഗവാൻ താൻ വൃന്ദാവനത്തിൽ കഴിഞ്ഞിരുന്ന കാലങ്ങളെപ്പറ്റിയൊക്കെ ആലോചിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം രാധയെപ്പറ്റി ആലോചിച്ചു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നല്ലോ രാധ. അദ്ദേഹം തൻ്റെ യോഗശക്തി കൊണ്ട് രാധയെ തൻ്റെ അടുത്ത് വരുത്തുകയും മഞ്ചത്തിൽ രാധയ്ക്കൊപ്പം ഇരുന്ന് സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വളരെ സന്തോഷമായിട്ട് അങ്ങോട്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ രുക്മിണി അങ്ങോട്ട് കയറി വന്നു. കൃഷ്ണൻ രാധയോടിരുന്ന് സംസാരിക്കുന്നത് കണ്ടപ്പോൾ രുക്മിണിക്ക് വളരെയധികം അസൂയ തോന്നി. രുക്മിണി അവിടെ നിന്ന് പിണങ്ങി അങ്ങ് പോയി കളഞ്ഞു. ഇത് കണ്ട കൃഷ്ണൻ രുക്മിണിയുടെ പിന്നാലെ ചെന്നു. കുറേ ദൂരം ചെന്ന് കാട്ടിലൊക്കെ നോക്കിയിട്ട് രുക്മിണിയെ കണ്ടില്ല. അങ്ങനെ അദ്ദേഹം വളരെ ദൂരം കാടിനുള്ളിലേക്ക് നടക്കുകയും കാടിനുള്ളിൽ വെച്ച് രുക്മിണിയെ കാണുകയും ചെയ്തു. അപ്പോഴേക്കും തൻ്റെ യോഗശക്തി കൊണ്ട് താൻ സൃഷ്ടിച്ചിരുന്ന രാധയെ തൻ്റെ ദേഹത്തേക്ക് തന്നെ അദ്ദേഹം ലയിപ്പിച്ചു കഴിഞ്ഞിരുന്നു. അദ്ദേഹം രുക്മിണിയോട് എന്ന് സംസാരിച്ച് പിണക്കമൊക്കെ മാറ്റി. അതിനുശേഷം തിരിച്ചു പോരാൻ ഒരുങ്ങി.
രുക്മിണി പറഞ്ഞു നമുക്ക് ഉടൻ തന്നെ നമ്മുടെ കൊട്ടാരത്തിലേക്ക് ദ്വാരകയിലേക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു വേണ്ട, നമുക്ക് പോകുന്ന വഴിക്ക് മറ്റൊരു സ്ഥലത്ത് പോകാം, ഞാൻ നിനക്ക് ഒരു ഭക്തനെ കാണിച്ചു തരാം. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി പണ്ഡാർപൂരിലുള്ള ഈ പുണ്ടരീകൻ്റെ വീടിന് മുന്നിലെത്തി. വളരെ ചെറിയൊരു വീടായിരുന്നു അത്. അവരവിടെ നിന്നുകൊണ്ട് പുണ്ടരീകനെ വിളിച്ചു. ഈ സമയത്ത് പുണ്ടരീകൻ ഭിക്ഷയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് താൻ കൊണ്ടുവന്ന ധാന്യങ്ങൾ വേവിച്ച് തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മാതാപിതാക്കൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒന്നും കഴിച്ചിട്ടില്ല. പുണ്ടരീകൻ വന്ന് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വേണം അവർക്ക് ഭക്ഷണം കൊടുക്കാൻ. ഭിക്ഷ എടുത്ത് വൈകിട്ട് സാധനങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ ഭക്ഷണം പാകം ചെയ്യാൻ പറ്റുമായിരുന്നുള്ളൂ. അപ്പോൾ പുണ്ടരീകൻ വേഗം അടുപ്പൊക്കെ കത്തിച്ച് ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പുറത്ത് നിന്ന് ആരോ വിളിക്കുന്ന ശബ്ദം കേട്ടു. പുണ്ടരീകൻ പറഞ്ഞു, എൻ്റെ മാതാപിതാക്കൾ വിശന്ന് നിൽക്കുകയാണ്, എനിക്ക് അവർക്ക് ഉടനെ ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട്. വന്നത് ആരാണെങ്കിലും അവിടെ കുറച്ച് നേരം ഒന്ന് കാത്തു നിൽക്കൂ. അങ്ങനെ വീണ്ടും പുണ്ടരീകൻ തൻ്റെ പാചകം തുടർന്നു. അങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും വീടിനുള്ളിലേക്ക് കളഭത്തിൻ്റെയും ചന്ദനത്തിൻ്റെയും ഒക്കെ മണം വരുന്നത് പുണ്ടരീകൻ ശ്രദ്ധിച്ചു. വന്നിരിക്കുന്നത് സാധാരണക്കാരല്ല എന്ന് പുണ്ടരീകന് മനസ്സിലായി. എന്നാലും തൻ്റെ മാതാപിതാക്കളുടെ കാര്യമാണ് തനിക്ക് ആദ്യം നോക്കേണ്ടത് എന്ന ചിന്തയിൽ പുണ്ടരീകൻ അടുപ്പ് കൂട്ടാൻ വേണ്ടി കൊണ്ടുവന്നിരുന്ന കല്ലുകളിൽ 2 ഇഷ്ടികക്കട്ടകൾ ബാക്കിയുണ്ടായിരുന്നു. ആ ഇഷ്ടികക്കട്ടകൾ മുറിക്ക് പുറത്തേക്ക് എടുത്തിട്ടു. എന്നിട്ട് വന്ന ആൾക്കാരോട് ഞാൻ എൻ്റെ മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുക്കട്ടെ, അതുവരെ ഈ ഇഷ്ടികയിലിരിക്കൂ എന്ന് പറഞ്ഞു. ഓ ശരി എന്ന് കൃഷ്ണനും പറഞ്ഞു. വന്നത് കൃഷ്ണനാണ് എന്ന് പുണ്ടരീകന് മനസ്സിലായിരുന്നില്ല. പുണ്ടരീകനകത്ത് പോയി ഭക്ഷണം പാകം ചെയ്തു. അത് പാത്രത്തിലാക്കി മാതാപിതാക്കൾക്ക് അടുത്തെത്തി. അവരെ എഴുന്നേൽപ്പിച്ചിരുത്തി 2 പേരുടെ വായിലും ഭക്ഷണം വെച്ചു കൊടുത്തു. അവർ വളരെ കുറേശ്ശെയായിരുന്നു കഴിച്ചിരുന്നത്. പ്രായാധിക്യം കാരണം അവർക്ക് പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് കുറേ നേരം എടുത്തിട്ടാണ് പുണ്ടരീകൻ ഇവർക്ക് ഭക്ഷണം കൊടുത്തു തീർത്തത്. അതിനുശേഷം അവരെ അദ്ദേഹം വൃത്തിയാക്കിയതിന് ശേഷം ഉറക്കാൻ കിടത്തി. അവർ ഉറങ്ങാതെ കുറേ നേരം കിടന്നു. അത്ര നേരവും പുണ്ടരീകൻ അവരെ വീശിക്കൊടുത്തു. മാത്രമല്ല അവരുടെ കാലുകൾ തടവി കൊടുക്കുകയും ചെയ്തു. ഇതൊക്കെ ചെയ്ത് അവർ ഭക്ഷണം കഴിച്ച പാത്രവും കഴുകി വെച്ചിട്ടാണ് പുണ്ടരീകൻ പുറത്തിറങ്ങിയത്. അപ്പോഴും പുണ്ടരീകൻ ഇട്ടുകൊടുത്ത ഇഷ്ടികക്കട്ടയിൽ കയറി രുക്മിണി ദേവിയും കൃഷ്ണനും വളരെ ക്ഷമയോടെ അയാളെ കാത്ത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പുറത്തിറങ്ങി വന്നപ്പോഴാണ് തൻ്റെ അതിഥികൾ ആരാണ് എന്ന് പുണ്ടരീകന് മനസ്സിലായത്. അദ്ദേഹം അവരുടെ കാൽക്കൽ വീണു. അകത്തേക്ക് വരൂ, ഭക്ഷണം തരാമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴേക്കും ഈ കൃഷ്ണ വിഗ്രഹം കല്ലിൽ ഉറച്ചു കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിന് വലിയ സന്തോഷവും അതേസമയം സങ്കടവും തോന്നി. ഒന്നും ഭക്ഷണം കൊടുക്കാൻ പറ്റിയില്ലല്ലോ. വാർത്തയറിഞ്ഞ് ഒരുപാട് നാട്ടുകാരവിടെ എത്തി. അവർക്കെല്ലാവർക്കും ഇത് വലിയ അത്ഭുതമായി തീർന്നു. പുണ്ടരീകൻ്റെ വീടിൻ്റെ മുറ്റത്ത് കൃഷ്ണ ഭഗവാനും രുക്മിണി ദേവിയും ഇഷ്ടികക്കല്ലിൽ പ്രതിഷ്ഠയായിരിക്കുന്നു. അന്ന് രാത്രി പുണ്ടരീകനൊരു സ്വപ്നം കണ്ടു. പുണ്ടരീകൻ മാത്രമല്ല, ആ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും സ്വപ്നം കണ്ടു. പുണ്ടരീകൻ്റെ പിതൃഭക്തി കാണാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണനും രുക്മിണിയും അവിടെ എത്തിയത് എന്നാണ് ആ സ്വപ്നത്തിൽ വന്ന് ഭഗവാൻ അവരോട് പറഞ്ഞത്. അത് വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. എത്ര എളിമയോടെ, എത്ര മനോഹരമായിട്ടാണ് പുണ്ടരീകൻ തൻ്റെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നത്. അത് ചെയ്യുമ്പോൾ അവന് മറ്റൊരു ശ്രദ്ധയുമില്ല. അതുകൊണ്ട് അതിൽ പരമൊരു പൂജ വേറെയില്ല. ഗംഗയിൽ കുളിച്ചാൽ പോലും ഇത്രയധികം പുണ്യം കിട്ടുകയില്ല. അതുകൊണ്ട് ഇനി ആരൊക്കെയാണ് പുണ്ടരീകൻ്റെ വീടുമുറ്റത്ത് എഴുന്നള്ളിയിരിക്കുന്ന കൃഷ്ണഭഗവാനെയും രുക്മിണി ദേവിയെയും ചെന്ന് തൊടുന്നത്, അവരെ കണ്ട് പ്രാർത്ഥിക്കുന്നത്, അവർക്ക് അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തിക്കിട്ടും എന്ന് ഈ സ്വപ്നത്തിൽ കൃഷ്ണഭഗവാൻ പറഞ്ഞു. ഈ സ്വപ്നം അവിടുത്തെ രാജാവും കണ്ടിരുന്നു. രാജാവ് പിറ്റേന്ന് തന്നെ അവിടേക്ക് എഴുന്നള്ളി ഈ വിഗ്രഹങ്ങൾ കാണുകയും അവിടെ ഉടൻ തന്നെ ഒരു ക്ഷേത്രം പണി കഴിപ്പിക്കുകയും ചെയ്തു. അതാണ് വിഠോബ പാണ്ഡുരംഗ ക്ഷേത്രം. ഇഷ്ടമായോ പുണ്ടരീകൻ്റെ കഥ? അടുത്ത കഥ അടുത്ത ദിവസം.